He has got a donkey in that film. അപ്പോൾ ഇന്നലെ ഈ സിനിമയെ ചോദിച്ചു ഇതിൽ സായിപ്പും മദാമയുണ്ടോ എന്നൊരാൾ എന്നോട് ചോദിച്ചു. ഫോറിനേഴ്സ് എന്നുള്ള മീനിങ് ഒരുപാട് പേരുണ്ട്. അതെങ്ങനെ വന്നു അത് ആ സിനിമ കാണുമ്പോൾ അറിയാം. ഞാനത് റിവീൽ ചെയ്യാത്തൊരു കാര്യമാണ്. When we are discussing about his character, myself and Riju, I said, see, he should be like a hyena. Comedian, are you a comedian? I try, sir. എന്നാൽ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ഇത്രയും ഗ്രാൻഡ് ഒരു മൂവി ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്തായിരുന്നു? കോൺഫിഡൻസ് മോഹൻലാൽ എന്ന നടനിലുള്ള വിശ്വാസവും സൗഹൃദവും തന്നെയാണ്. The character that I'm playing is called Rangarani. Elijah is given the permission to reveal the character's name, not the storyline. സിനിമയിൽ നിന്ന് പഠിച്ചെടുത്ത എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഇനി അടുത്തത് പൊളിറ്റിക്സിൽ യൂസ് ചെയ്യാൻ പറ്റും തോന്നി. ലൈക്ക് ആളുകളെ I have a joke, sir. രണ്ട് സ്ഥലത്തിലെ ആക്ടിങ് ரொம்ப ഇമ്പോർട്ടന്റ്. A regular Malayalam film budget would be 1/4 of this. Can I just die and come back? No, you have to You stay. die, don't come back. Okay. Sorry, this is a serious interview. I'm sorry. No. This is a fun interview. One word or one sentence about Malaikote Valiban, who's like, okay, 2 words you want to say, 2 sentences. This is cinema. Must see. Larger than life with a lot of soul intact. നമ്മൾ പറഞ്ഞതെല്ലാം കള്ളം, നിങ്ങൾ കാണാൻ പോകുന്ന സത്യം. കണ്ടിട്ട് തീരുമാനിക്കും. ഹായ്, മീഡിയ വണ്ണിനൊപ്പം മലൈക്കോട്ടെ വാലിബൻ ടീമാണുള്ളത്. സ്വാഗതം. Hey, I'm so happy to see that enthusiasm. Yesterday in the press meet also, you were like too peppy and so much excitement was there. Yeah, I'm very excited. I think trailer, after watching the trailer, അതിഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിലറാണ്. മേ ബി ലൈക്ക് അടുത്ത കാലത്ത് വന്നിട്ടുള്ള മലയാള സിനിമയിൽ പക്ക കഥയെ പറ്റിയിട്ട് അധികം പറയുന്നില്ല. ബട്ട് there's a curiosity that the trailer invokes in people while see it. And like you said in press meet, ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒരു സൂചന പോലെ തന്നെ ആ ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്നുണ്ട്. സോ കൺഗ്രാറ്റ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഫോർ മേക്കിംഗ് സച്ച് എ ബ്യൂട്ടിഫുൾ ട്രെയിലർ. നേരിൻ്റെ വലിയ വിജയത്തിന് ശേഷമാണ് ഇപ്പോൾ മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ നേര് വിജയം നേടിയ സമയത്ത് ഒരുപാട് കമൻറ്റും അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതാണ് മലയാളത്തിൻ്റെ മാസ്. മലയാളത്തിൻ്റെ മാസിന് വലിയ ഗ്രാൻഡ് വിഷ്വൽസോ അല്ലെങ്കിൽ ആക്ഷനോ ഒന്നും ആവശ്യമില്ല. മലയാളത്തിലെ മാസിനെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ ഇതാണ് ഒരു രീതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ മലൈക്കോട്ടെ വാലിബൻ്റെ പ്രധാന ഒരു സെല്ലിംഗ് പോയിന്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതാണ്. സോ തിയേറ്റർ വിജയത്തിൻ്റെയും കൂടെ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് മോഹൻലാൽ എന്നുള്ള നടനെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്? അല്ല, എനിക്ക് എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം അങ്ങനെയല്ലേ ആ ഒരു കൾച്ചറിൽ വളർന്നു വന്ന ആൾക്കാരാണ്. നിങ്ങളങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ വരുമ്പോഴത്തേക്ക് ടെലിവിഷനായി, പിന്നെ ഇപ്പോൾ ഫോണിൽ സിനിമ കാണാം. പക്ഷെ ഈ സിനിമ ഇപ്പം നേരെന്നുള്ളൊരു സിനിമ ഒരു പക്ഷേ തിയേറ്ററിലല്ലാതെ ചെറിയൊരു ടെലിവിഷനിൽ കണ്ടാലും നിങ്ങൾക്ക് സഹിക്കാവുന്ന സിനിമയാണ്. കാര്യം അതൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള കഥ, അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം, ഒരു കുടുംബം, അങ്ങനെയൊക്കെയുള്ള കാര്യം. ഇതങ്ങനെയല്ല. ഇത് വലിയൊരു, നിങ്ങൾ തന്നെ പറഞ്ഞു, ഇത് കണ്ടപ്പോൾ ഒരു വിഷ്വൽ ട്രീറ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഇങ്ങനെ വിഷ്വൽ ട്രീറ്റിലേക്ക് എടുത്തൊരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതാണ് ഇതിൻ്റെ ഒന്ന്. അപ്പോൾ നമ്മളൊരു കഥ പറയുന്ന സമയത്ത്, ഇതിൻ്റെ കഥ കേൾക്കുന്ന സമയത്ത്, ഇതിവിടെ കേരളത്തിൽ വേണമെങ്കിലും ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഒരു മലയാള സിനിമ പോലെ, മലയാള സിനിമ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഇതൊരു മലയാള സിനിമയായിട്ടല്ല ഞങ്ങൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു കാലദേശമോ കാര്യങ്ങളോ, ഇത് തമിഴിൽ കണ്ടാൽ തമിഴ് സിനിമയായിട്ട് തോന്നണം, തെലുങ്കിൽ കണ്ടാൽ തെലുങ്ക് സിനിമയായിട്ട് തോന്നണം, ഹിന്ദി കണ്ടാൽ അതിലേക്കുള്ള കാസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഒരു വലിയ രീതിയിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ജയ്സൽമീറിൽ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ചിഞ്ചി ഫോർട്ടിൽ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഷൂട്ട് ചെയ്യാറ്. കാരണം അത് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കഥ നടന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ നമ്മൾ പറയുന്നില്ല. ഇത് ഏത് പീരീഡിലാണ് എനിക്കറിയില്ല. അപ്പോൾ അതിലെ കോസ്റ്റ്യൂമും ഒരു ജേണിയാണ്. ഒരു ജേണിയിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. മലൈക്കോട്ടെ വാലിബൻ ഒരു കഥയുണ്ട്. അയാൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ കാര്യങ്ങളുണ്ട്. അയാളുടെ കൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും കഥയുണ്ട്. നമ്മുടെ ബാക്കി ഒരു സിനിമയിലുള്ള എല്ലാവിധ ഇമോഷൻസ് ആ സിനിമയിലുണ്ട്. ഈ സിനിമ വേറൊരു രീതിയിലും എടുക്കാം. അതിൻ്റെ അകത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറയാം, അതിൻ്റെ അകത്ത് ഒരു പ്രണയമുണ്ട്, പ്രേമമുണ്ട്, വിരഹമുണ്ട്, ദുഃഖമുണ്ട്, അസൂയയുണ്ട്, റിവഞ്ച് ഉണ്ട്, അല്ലേ, കാത്തിരിപ്പുണ്ട്, എല്ലാവിധ ഇമോഷൻസും ഉള്ളൊരു സിനിമയാണ്. പക്ഷെ അതിനെ എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള
ഒരു എക്സ്പീരിയൻസ് ആണ്. ആസ് ആൻ ആക്ടർ എനിക്കും ഇപ്പം നേര് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഈ സിനിമ ചെയ്യുന്നത്. അല്ലല്ല, തീർച്ചയായും. അതുകൊണ്ടാണ് അപ്പം പ്രേക്ഷകരോട് നമ്മൾ പറയുന്നത് ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ട് എന്ന് തന്നെ പറയാം. അത്രയും ഒരു വലിയൊരു ക്യാൻവാസിൽ ഉണ്ടാക്കിയ ചിത്രം നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണൂ. കാര്യം അത് മാത്രമല്ല, അതിൻ്റെ സോങ് ആയാലും അതിൻ്റെ ക്യാമറ വർക്ക് ആയാലും അതിൻ്റെ മ്യൂസിക് ആയാലും റീറെക്കോർഡിംഗ് ആയാലും അതിലെ നൃത്തമായാലും അതിൻ്റെ സംഘടനകളായാലും ഒക്കെ നമ്മൾ സാധാരണ സിനിമകളിൽ എന്ന് വേണമെങ്കിൽ ഒരു മലയാള സിനിമയിൽ കാണുന്ന പോലെയല്ല. ഇപ്പം നമ്മൾ പണ്ട് കാലത്ത് ഞങ്ങളുടെയൊക്കെ സമയത്ത് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് 70-80s ചില ഒരു വെസ്റ്റേൺ ഫിലിംസ് അന്ന് അധികം തിയേറ്ററിൽ പോയി തന്നെ കാണണം. ചില ഹിന്ദി സിനിമകളൊക്കെ വരും, ഷോലെ കുർബാനി, നമ്മുടെ ദൈവം ഇങ്ങനെയൊക്കെയുള്ള സിനിമകളുണ്ടോ. അത് കാര്യം അന്നത്തെ നമുക്കൊരു മാജിക് അതിൽ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെയുള്ള മാജിക്കുകൾ നമ്മൾ ഇതിലേക്ക് ചില MGR സിനിമകൾ, നാടോടി മന്നൻ കപ്പലിലേക്ക് തൂങ്ങി ഇങ്ങനെ ഫൈറ്റ്, അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യാണ് ഇല്ലായ്മയിൽ നിന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കാലദേശങ്ങളില്ലാത്തൊരു നാടോടി കഥ പോലെ ഒരു കാര്യം എടുത്തിട്ട് അപ്പോൾ നമുക്കതിൽ ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടാകാം. ചോദ്യങ്ങളുണ്ടാവും, ഇയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റും. കാര്യം നമ്മൾ അമ്മൂമ്മ കഥകളിലും നമ്മുടെ നാടോടി കഥകളിലും അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞിരുന്ന കഥകളിലൊക്കെ ഇത്തരം ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ഭൂതമുണ്ട്, രാക്ഷസനുണ്ട്, അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ എടുക്കാവുന്ന സിനിമയാണ്. അപ്പൊ ഇന്നലെ ഈ സിനിമ ചോദിച്ചു, ഇതിൽ സായിപ്പും മദാമയുണ്ടോ എന്നൊരാൾ എന്നോട് ചോദിച്ചു. ഫോറിനേഴ്സ് എന്നുള്ള പേര് ഒരുപാട് പേരുണ്ട്. അതെങ്ങനെ വന്നു? അത് ആ സിനിമ കാണുമ്പോൾ അറിയാം. അവരുമായിട്ടുള്ള ഫൈറ്റ് എങ്ങനെ, ഇയാൾ ഫൈറ്റ് ചെയ്യും, അത് സിനിമ കാണുമ്പോൾ അറിയാം. അപ്പൊ അതിലൊരു ട്രാവലാണ്, ഒരു കഥയാണ്. ഇപ്പോൾ ഷിബു ബേബി ജോൺ ഫസ്റ്റ് ആയിട്ടൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായി വരുന്ന സമയത്ത് ഇതിപ്പോൾ 130 ദിവസത്തോളം ഷൂട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ 1 വർഷത്തോളമായി ഈ സിനിമയുടെ പിന്നാലെ ഇതിൻ്റെ എൻറ്റയർ ടീം നടക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ടൊരു സിനിമ പോലെ ഒരു സ്ഥലത്തേക്ക് വോളട്ടൈൽ ആയിട്ടുള്ളൊരു സ്പേസ് ആണത്. അപ്പം അങ്ങോട്ട് നമ്മൾ ഫസ്റ്റ് ഒരു പ്രൊഡ്യൂസറായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇത്രയും നീണ്ടു പോകുന്ന ഇത്രയും വലിയ ക്യാൻവാസിലുള്ള ഒരുപാട് പേരെ ഉൾക്കൊള്ളുന്ന ഒരു സിനിമ ചെയ്യാനുള്ള കോൺഫിഡൻസ് തീർച്ചയായിട്ടും അവിടെ ലിജോ ജോസ് പല്ലിശ്ശേരി, മോഹൻലാൽ, ഇതിൻ്റെ ടെക്നിക്കൽ ടീമിൽ ഇപ്പോൾ മധു നീലകണ്ഠനാണെങ്കിലും പ്രശാന്ത് പിള്ള ആണെങ്കിലും എല്ലാവരും ഉണ്ട്. എന്നാൽ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ഇത്രയും ഗ്രാൻഡ് ഒരു മൂവി ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്തായിരുന്നു? കോൺഫിഡൻസ് മോഹൻലാൽ എന്ന നടനിലുള്ള വിശ്വാസവും സൗഹൃദവും തന്നെയാണ് അതിലേക്ക് പ്രേരിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഓഫ് കോഴ്സ് എൻ്റെ പാർട്ട്ണറായിട്ട് വളരെ സീനിയർ പ്രൊഡ്യൂസറായിട്ടുള്ള സെഞ്ചുറി ഫിലിംസ് കൊച്ചുമോനെ അടക്കം ഉള്ളവരുണ്ട്. സോ അതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എനിക്കധികം സമയം അവിടെ ഡിവോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ അന്നേരം. പക്ഷേ ഇതെല്ലാം ആദ്യമേ ഞാനിതിലേക്ക് ആലോചിച്ചപ്പോൾ ഇത്ര വലിയൊരു പടം എടുക്കണമെന്ന് പറഞ്ഞാൽ അന്ന് ഒരു പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കില്ലായിരുന്നു. പക്ഷെ അത് സ്വാഭാവികമായി വന്നുകൊണ്ടിരുന്നു. ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന, സന്തോഷത്തോടുകൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അതിന് ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ എന്താണ് നമുക്കുണ്ടാകുന്ന ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനാണ്. അത് ഈ സിനിമയുടെ ഭാഗമായതിൽ എനിക്കുണ്ട്, അഭിമാനവുമുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. So maybe the name Sonali Kulkarni may not be that familiar with the Malayalis, but the Apsara Ali song, it resonates with maybe not just every Malayali, even in trend, it is very much in trend in reels or everywhere. Your dance is the song as well as your dance. I think it was Lavani. Yes. Yeah. So it was quite famous. So I just wanted to just for a casual thing. That's it. Yes. So I just want casually, did somebody in the set ask you to show Do some Apsara moves Ali. or something? Because maybe in yesterday you also told that her dance skills was much needed for the movie. That's why you came to her also. So I would like to know this in a funny way. Did somebody ask you to do the Apsara Ali in the set? And more than that, tell us more about, we know a little bit about Waliban. Tell us more about your character. I think nobody asked me to do that because they believed I did well in the film back then. But that was one of the reasons why I am a part of this film. Actually, Lijo had seen the song, and when he was casting for the film, I think we were all one of his the topmost options, like the topmost wish list. Not even the options. He did not have options for any of the characters after Lalsa's casting. Lalsa's casting, the film is about Lalsa, but then everybody else around the periphery, the whole universe that you see, LJP was very sure about who he wanted to be playing the characters. So when I was informed that he'd seen Apsara Ali and he wanted me to play this character, I can tell this, the character that I'm playing is called Rangarani.
And he just given the permission to reveal the character's name, not the storyline. But yeah, the character is, like the name suggests, she's colorful, vivacious, vibrant, she's dramatic, she's a dancer, she's an actor, she's a performer. And I just launched the song last evening, and the music and the trailer launched. So now we all know that I'm performing a Lavani in this film. Lavani is a Marathi folk dance, and this is the first time that we will see a Lavani in a Malayalam film. So that's a beautiful marriage happening there. It's not exactly Lavani, but they have Yeah, there's a nice recreated that. fusion. Yes, There's a nice exactly. fusion to it, inspired from Lavani. And I think the character that I get to play and the dance I get to do in the film is one of my favorite things to do on screen. I love dancing, and dancing in front of Lal sir and in his movie is like a dream come true, because he himself is a brilliant actor, dancer, director. He also does his own action sequences. He's like this one master of all. And to be a beautiful character in that film, in Lijo's universe, is an absolutely dream come true. ഡാനിഷ് കൊമേഡിയൻ ആണ്, റൈറ്റർ ആണ്, ആക്ടർ ആണ്. Not comedian, are you comedian? I try, sir. His try. Instagram reels and all Okay. idea. Here and there, I try and make a joke. Okay. If it works, great. Not only, he's a fantastic actor. Yeah, he's a not fantastic comedian. actor. I know. I Because just that said way it. he has done this film is unbelievable. You watch the film. Okay. Thank you, sir. Thank you. That's Can I all right. just die and come back? No, you have to You say. die, don't come back. Yeah. Yeah. So I just wanted to say, as your person, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ അറിയാവുന്ന ആളായതുകൊണ്ട്, what made you say yes to മലൈക്കോട്ടെ വാലിബൻ? Like, why will you say no? One second. Why would you say no? എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ലീജു സർ എന്നെ വിളിച്ചു, ഈ ഫിലിമിന്റെ പേര് പറഞ്ഞു, ലാൽ സാറിന്റെ പേര് പറഞ്ഞു. ഒരു Yes. my Malayalam is not bad, huh? Not bad. So far not bad. ഒരു presentation എനിക്ക് വാട്സാപ്പ് സെൻഡ്. I think you അയച്ചു. was abroad. You're WhatsApp-ൽ അയച്ചു. You're in വാട്സാപ്പിൽ Australia. I was in Australia. എനിക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് പറഞ്ഞു. ആ വാട്സാപ്പ് മെസ്സേജിൽ ഞാൻ എൻ്റെ ക്യാരക്ടറിൻ്റെ ഫുൾ പ്രസൻറ്റേഷൻ 8 slide PowerPoint presentation, PDF document. He said, "This is what you're doing. Are you ready?" I said, "Yes, sir. When am I doing it?" He said, "Okay, when you come back from Australia, see me." So then I landed. I came here to Kochi, went to his house, and I saw a mood board where Lal sir's picture was there. Okay, yeah. Sonali, all the characters, the locations, all of that, and I saw my picture as well. So his house has no network, the apartment that he's working at. So I had to run out. I gave him some stupid excuse saying I had to just step out for a second, and I ran out of his apartment. And I called my wife and I said, "Oh my God, I'm really doing this. I can't believe it." And I think that's how the journey started. And from then on till now, it's been a year. We've all gotten older. Now finding the films coming Where's out. that coming from? No, I mean it's taken time. It's taken time. It's taken a lot of hard work. It's taken multiple sacrifices at multiple ends from many people for this film to turn to where it is today. You know, they usually say dreams turn to reality. I'm sure with the trailer that's come out right now, it would be safe for me to say this dream has now become a bigger dream, and it's for everyone to see, and it's beautiful. I want to say something. It's ഞാനത് റിവീൽ ചെയ്യാത്തൊരു കാര്യമാണ്. When we are discussing about his character, myself and Liju, I just see he should be like a hyena. Okay. Like that kind of hyena means it's chasing. Like they want to fight, and it's like, you know, people say he's like a hyena means they're desperate. You know, they'll run miles and miles to make it possible. And the hyena, he has created that hyena in that film. Okay. That is like an animal. If we watch the film, the way he transported himself to that character is unbelievable, and what we discussed, it came true in the movie also. So Thank he you, looks sir. so pavam, very handsome, but you watch the film, he's like an animal. Yeah, you know the hyena. Now I know. So you know when I came to meet Lijo over here, Lijo asked me to watch hyena videos. So Oh, okay. so the funny, like, Yeah. person in my head went, haha, this man's crazy. Because who asks you to go and watch hyena videos?
So I went back home and I started watching them. And one day we're on set. So when we were shooting that, Right. you know, that sequence, Lijo just walks up to me and says, "You know that hyena laughter? Yeah, just do it." And he walks, and I'm like, what do I do now? And then it just came about. But yeah, I think so. I watched all the hyena videos. I know everything about hyenas now. By the way, I'm an expert. ഇപ്പൊ ലിയോ മൂവി ഇറങ്ങിയതിന് ശേഷം ഹൈന ഇസ് ലൈക്ക് Yeah, yeah. Yeah, Before yeah. that, we had You a- know what Haina word in Malayalam is? So, Kazhudapuli. Kazhudapuli. Yeah, Kazhudapuli. Yeah. we should triangle donkey and tiger together. Oh, Kalada is donkey. Kazhuda is donkey. Puli is lion. Yeah. Puli is So both, you're both in that film, really. Yeah. So He has got a donkey in that film. I do. So it's so funny. My mother Yeah. called me today. My mother called me today. I promise you, this is real conversation. My mother called me today and said, "Oh, that you sitting on the horse looks beautiful." I said, No, it's a I said it's a donkey. So she said, "Oh, this filmmaker is such a genius. He even makes a donkey look like a horse." I was like, "Yeah, he is." You know, obviously she's making fun of me, but it's been fun. ഓക്കെ Sorry, this is a serious interview. I'm sorry. No. It's a fun interview. I really like it. I enjoyed it a lot. ഇപ്പം ലാർജർ ദാൻ ലൈഫ് എന്ന് പറയുന്ന ഹീറോസിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പം ഇതിനകത്ത് നമ്മൾ ഒരു സമയത്ത് വരെ ഇത് ലിറ്ററലി ലാർജർ ദാൻ ലൈഫ് ഹീറോ ടൈപ്പ് ഫീൽ ചെയ്യുന്ന ഇതുവരെ നമുക്ക് കിട്ടുന്ന പോസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഒരു ഫീൽ തരുന്നുണ്ട്. നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഒരു പോലീസ് ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള ഒരു പോലീസ് വേഷം അല്ലെങ്കിൽ ഒരുപാട് മാസ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെയും ലാർജർ ദാൻ ലൈഫ് ഹീറോസിനെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് മലൈക്കോട്ടെ വാലിബനെ വ്യത്യസ്തനാക്കുന്നത് എന്തായിരുന്നു? അല്ല, ഇത് ഒരു റിയൽ കഥയല്ലല്ലോ. ഇതൊരു നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു സ്പേസിലേക്ക് ഒരു നാടോടി കഥ പോലെയോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഫാൻറ്റസി പോലെയൊക്കെയുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തതാണ് ഇവർ പറഞ്ഞ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊരു മുത്തശ്ശി കഥ പോലെയാണ്. പിന്നെ നമ്മൾ ആ സിനിമ ഈ ഇപ്പം വാലിബൻ അറിഞ്ഞുകൂടാ, വാലിബൻ്റെ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം. മറ്റുള്ള ആൾക്കാർ വാലിബനെ പറ്റി പറഞ്ഞാണ് ഓഡിയൻസ് പോലും മനസ്സിലാക്കുന്നത്. അയാൾക്ക് അത്രയും കഴിവുള്ള ഒരാളായിരിക്കാം. കാര്യം അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ് അയാൾ. എന്തിനങ്ങനെ ട്രെയിൻഡായി, അയാളുടെ എന്താണ് അയാളുടെ ഉദ്ദേശം, അല്ലെങ്കിൽ അയാളെ കൊണ്ട് എന്താണ് ചെയ്യിക്കാൻ ഉദ്ദേശം എന്നൊക്കെയുള്ള സിനിമ കാണുമ്പോഴേ അറിയാം. സോ ഈ സിനിമയിൽ അത്തരം ലിബർട്ടികൾ എടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത് മാജിക് വേണമെങ്കിലും നമുക്ക് കാണിക്കാം. കാര്യം ആ ഒരു സ്പേസിലാണ് പ്രേക്ഷകരായ നിങ്ങളും കൂടി സഞ്ചരിക്കുന്നത്. ആദ്യമേ നമ്മൾ പറയുമല്ലോ, ഒരിടത്ത് ഒരു സ്ഥലത്ത് കാലദേശങ്ങളില്ലാത്ത സ്ഥലത്തേക്കാണ് നിങ്ങളെ കൊണ്ടുവന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പം പ്രേക്ഷകരും അതിൻ്റെ കൂടെ സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകണം. അതിലെ ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഇൻസിഡൻസും ഒക്കെ അത് സാധിച്ചു എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ട്രെയിലർ കണ്ടപ്പോൾ ഉണ്ടായ ഒരു സംശയമാണ്, ഈസ് ദർ എനി കണക്ഷൻ വിത്ത് സ്റ്റോറി ബിബ്ലിക്കൽ സ്റ്റോറി സാംസൺ ആൻഡ് വാലിബൻ? നോ. അയാളെ കെട്ടിയിട്ടിരിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങൾ ഈ സിനിമ കണ്ടാൽ ഒരുപക്ഷെ ചില MGR സിനിമകള് അല്ലെങ്കിൽ ചില ഷോലെ സിനിമ അങ്ങനത്തെ വലിയൊരു അത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ എന്ത് സ്വാതന്ത്ര്യവും ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സിനിമയാണ്. അല്ല, റാക്ക് കണ്ടിട്ടും അങ്ങനെ ബിബ്ലിക്കലാണെന്ന് തോന്നി. എങ്ങനെ? അല്ല, റാക്കല്ല, റാക്ക് സോങ് വന്നാണല്ലോ എന്റെ. അതിലാണോ കണ്ടത്? അല്ല, ഈ ട്രെയിലറിലെ ഷാക്കിൾസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് then the starting line is also ജയത്തിൽ മത്ത് പിടിച്ചു പോയുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അത് വെച്ചിട്ട് തോന്നുന്നത്. പിന്നെ ഇപ്പൊ ഒരു നീണ്ട വർഷത്തെ പൊളിറ്റിക്കൽ കരിയറിന്റെ ഒരു ഇതുണ്ട്. അപ്പം ഈ നമ്മൾ പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഈ സിനിമയുടെ ഒരു ഫീൽഡിലേക്ക് എത്തിയപ്പോൾ ലൈക്ക് എന്തെങ്കിലും യൂസ് ആയോ? പിന്നെ സിനിമയിൽ നിന്ന് പഠിച്ചെടുത്ത എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഇനി അടുത്തത് പൊളിറ്റിക്സിൽ യൂസ് ചെയ്യാൻ പറ്റും തോന്നി? ലൈക്ക് ആളുകളെ ലൈക്ക് I have a joke, sir. രണ്ട് സ്ഥലത്തിലെ ആക്ടിങ് ரொம்ப ഇമ്പോർട്ടന്റ്. കറക്റ്റ്, ഐ അഗ്രി. ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മുടെ ഒരു പ്രായമാകുന്നതനുസരിച്ച് നമുക്ക് കുറേ നമ്മുടെ വീക്ഷണങ്ങൾ മാറും, നമുക്ക് കുറേ മെച്യൂരിറ്റി ഉണ്ടാകും. അതിൽ നിന്നെല്ലാം ഏത് പൊളിറ്റിക്സിലും അത് പ്രയോജനപ്പെടും. 10 വർഷമോ 15 വർഷം മുമ്പ് ഞാൻ പൊളിറ്റിക്സിനെ വീക്ഷിച്ച പോലെ അല്ല ഇന്നിപ്പോൾ ഞാൻ വീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇതിൽ നിന്ന് വരുമ്പോൾ ഇതൊരു വ്യത്യസ്ത മേഖലയിൽ ഈ കാലം അത്രയും ജീവിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്, അതിൽ നിന്ന് ഉണ്ടാകുന്ന നമുക്കൊരു ഉണ്ടല്ലോ ഒരു കോൺഫിഡൻസും നമ്മുടെ ഒരു കഴിവുണ്ടല്ലോ, അതിന് പ്രയോജനപ്പെടുത്തി എന്നല്ലാതെ അതിൽ നിന്ന് ഇതാണോ ഇതിൽ നിന്ന് അതാണോ അല്ല. ഞാൻ മോഹൻലാൽ എന്ന വ്യക്തിയുമായിട്ട് സുഹൃത്തുമായിട്ട് 40 വർഷമായിട്ട് യാത്ര ചെയ്യുന്ന സൗഹൃദമുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകത്തില്ലേ?
എല്ലാം കൂടെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത്. ഇതിലിപ്പോൾ ഈ ആക്ടേഴ്സിന് പറഞ്ഞതുപോലെ ലിജോ മനസ്സിൽ കണ്ട ആക്ടേഴ്സിനെ തന്നെയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ മറ്റൊരു മികച്ച സൈഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ടെക്നീഷ്യൻസ് ആണ്. ഇപ്പം മധു നീലകണ്ഠനാണെങ്കിലും എഡിറ്റർ അല്ലെങ്കിൽ മ്യൂസിക്കിലുള്ള പ്രശാന്ത് പിള്ള, ആർട്ട് ഡയറക്ടർ ആയിട്ടുള്ളവർ, അവരൊക്കെ മലയാളത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ ഫീൽഡാണ്. സോ അതും മനസ്സിൽ കണ്ടവർ തന്നെയാണോ ഫസ്റ്റ് ഡിസൈഡ് ചെയ്തത്? അത് തീർച്ചയായിട്ടും ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ടറുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. അവരത് വളരെയധികം സംസാരിച്ചൊക്കെ ധാരണയിലാക്കിയിട്ടാണല്ലോ സിനിമ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നും നമ്മുടെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഇല്ല, അതിനകത്തൊന്നും നമ്മൾ അതിൽ ഇടപെടാനേ പോയിട്ടില്ല. അതിൽ പറഞ്ഞതിൻ്റെ ഒരു സവിശേഷത ഉണ്ട്. ടിനു പാപ്പച്ചൻ എന്ന് പറയുന്ന 3 സിനിമ സംവിധാനം ചെയ്ത് സക്സസ്ഫുൾ ഡയറക്ടർ ഇതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വന്ന് ഇതിന്റെ ഭാഗമായി നിന്നതൊക്കെ അതൊക്കെ ഡയറക്ടറെ തീരുമാനമാണ്. ഡയറക്ടറിലുള്ള കോൺഫിഡൻസ് ആണ് അവരെയൊക്കെ അവിടെ എത്തിച്ചത്. Marathi movies are also quite, maybe not much familiar, but Malayalile the cinephiles or like movie buffs are quite familiar with, like Take Court or Killa or Fantry, those movies. So do you have any picture in mind when you came to Malayalam film industry? This Malayalam film industry will be like this, they will be acting like this, or they function like this, or did you have any picture, and did it change or was it the same? First of all, Marathi film industry and Malayalam film industry are pretty parallel in terms of both are very content driven. They tell real story, real characters, stories of people around them. And the second similarity is that both these industries are very driven by literature, culture, art, dance. That is also very common, and they are both very protective about their culture and language. Even in Marathi cinema, the audiences are like, they're not going to take any cultural or linguistic weaknesses or faults on screen. They're very particular. No, you have to speak correct Malayalam or correct Marathi, like Malayalam audience. Like they want everything to be about their culture. They're very protective. So these two things are very similar, and the budgets and the revenue, pretty much similar. The only difference is we don't have huge stars like what you have in Malayalam cinema. Marathi cinema lacks that. The other thing is about the perception. Yes, there can be some different perceptions up north about films being made here, or the way things are made, like not the art form, but how people work here, the professionalism or how the production works. Honestly, this film is not a regular Malayalam film because it's made in 5 different not made, but dubbed in 5 different languages. A regular Malayalam film budget would be 1/4 of this. So this is a huge film. It's one of the most expensive Malayalam films ever made. So it's not a regular Malayalam film. For that matter, I have not had a regular Malayalam film experience. I've had this dream, larger than life experience working on the film. It's shot in Rajasthan for more than 6 months with such a huge cast and crew. So I'm yet to get that experience that you're talking about. But apart from all of that, I feel the people here are really, really very professional. The team that I've worked with, very professional. From the stars to every other actor that I've worked on this project, they've been very, very supportive, and it's like one big family, like Danish says everywhere. And the family is built with a leader. And we had a leader on this film, like Mohanlal sir himself. So he made sure that everybody was together throughout this process. It was a very difficult film to be to make, but it's only possible because of people like him associated with it. So I know we are running out of time, but towards the end, what do you want to say, like a one word or one sentence about Malaikote Valiban? Who's like, okay, 2 words you want to say, 2 sentences. 2 words. Yeah, sure, please. It's cinema. Actually, 3 words. This is cinema. Okay. That's the only way I can describe Malaikote Valiban. Must see. You? അല്ല, അതിലെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെ, അല്ലെ ഒരു സെന്റൻസ്, അതൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. എന്താണ്, നിങ്ങൾ കണ്ടതെല്ലാം സത്യമാണോ പൊയ്യാണ്, നീ കാണാൻ പോകുന്നതാണ് സത്യം. അപ്പം നമ്മൾ പറഞ്ഞതെല്ലാം കള്ളം, നിങ്ങൾ കാണാൻ പോകുന്നത് സത്യം. കണ്ടിട്ട് തീരുമാനിക്കും. Nice. What do you want to say, like one or 2 words about Malaikote Valiban? The most precious 5-6 words. Larger than life with a lot of soul intact. Thank you so much. Thank you, Anna. ഇത്രയും സമയം സംസാരിച്ചതിന്. Thank you. Thank you.